ഇന്നിങ്ങനെ വീടിടാൻ കാരണം എന്തറിയോ? ഈ 4 മാസം മുന്നേ ഈ തൈ നടുന്നൊരു വീടുണ്ട്. അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെടി നടാൻ ആരാ പഠിപ്പിച്ചു തന്നെ? ഇങ്ങനെയല്ല ചെടി നടണ്ടേ, മണ്ണ് കൂട്ടി കൊടുത്താൽ പോരെ, ഓട് വെക്കേണ്ട ആവശ്യമില്ല, തണ്ടെന്താ വണ്ണമില്ലാത്തത്, പിന്നെ ചീച്ചിൽ വരും. ഈ ചീച്ചിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ടെറസിൻ്റെ മുകളിൽ ഈ ബക്കറ്റിലും ഡ്രമ്മിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ല പോലെ ഓട്ട കൊടുക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതൊന്നും ഇട്ട് കൊടുക്കാത്തവരാണ് ചീച്ചിൽ വരുന്നത്. നിലത്ത് നട്ടാൽ ഒരിക്കലും ചീച്ചിൽ വരില്ല. പിന്നെ ഓട് വെച്ച് കൊടുക്കുന്നത് ഇവിടെ വില്ലന്മാർ കുറേ ഉണ്ട്. ഈ കോഴികളെ എല്ലാ ചെള്ളി വേരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരിക, മണ്ണൊക്കെ ചെള്ളി നാശാക്കുക. അതുകൊണ്ടാണ് ഞാൻ ഓട് വെച്ചിട്ട് കല്ലും കൂടി വെച്ച് കൊടുക്കുന്നത്. അപ്പം പിന്നെ തണ്ട് വണ്ണമില്ലാത്തത് പറഞ്ഞാൽ ഇത് 2 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന കായ ഉണ്ടാകുന്ന ഒരു പഴമാണ് കേട്ടോ, ഡ്രാഗൺ പഴമാണ്. അപ്പോൾ അത് മെല്ലെ തണ്ടൊക്കെ വണ്ണം വരുള്ളൂ. അതുകൊണ്ടാണ് തണ്ട് വണ്ണമില്ലാത്തത്. പിന്നെ ഇതിലൊരു വേര് കണ്ട, ഈ തൂണിന് ഒട്ടി നിൽക്കും. ആ വേര് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം തൂണിന് നനച്ച് കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്താണെങ്കിൽ നിങ്ങൾ മറവ് കൊടുക്കുക, പട്ട കൊണ്ടോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസിൻ്റെ തുണി വെച്ചിട്ടോ ഒരു മറവ് കൊടുത്തു കഴിഞ്ഞാൽ തൈ വലുതാവുന്ന വരെ കേട്ടോ. പിന്നെ ആവശ്യമില്ല, അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതാണ് ഈ 3 കാരണം കൊണ്ടാണ് ഈ ചെടി കേട് വരുള്ളൂ. പിന്നെ ചെടി നടാൻ പഠിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ട് ഇത്ര ദിവസം ഇരുന്നത്. വീഡിയോ ഇടാത്തത് അതുകൊണ്ടായി. കുറേ തരത്തിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കായ ഉണ്ടാകുന്നത്, തൈ വെക്കുന്നത്, തൈ വെച്ച് കഴിഞ്ഞിട്ട് വളമിട്ട് കൊടുക്കുന്നത്, പിന്നെ കായ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കൊടുക്കണം, തണ്ടിന് ഫംഗസ് വന്നാൽ എന്ത് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ എല്ലാ വീഡിയോ ഇട്ടുണ്ട്. എൻ്റെ പേജിലെടുത്ത് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാൻ ടെറസിൻ്റെ മുകളിൽ 2 ബക്കറ്റിൽ തൈ വെച്ച് കൊടുത്തു. നല്ല പോലെ കായ ഉണ്ടായി. 3 കൊല്ലോളം കായ പറിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യത്തിന് കിട്ടീന്. പിന്നെ ഞാൻ ചെടിക്ക് പഴങ്ങളൊക്കെ വളമിട്ട് കൊടുക്കുമ്പോൾ അതിനിട്ട് കൊടുക്കും. അങ്ങനെയാണ് ആ ചെടി കേട് വരാൻ കാരണം. അതുപോലെ ഇതിനെപ്പറ്റി നല്ലപോലെ പഠിച്ചു. ഈ പച്ചക്കറിക്ക് ഒഴിക്കുന്ന പോലെ വളമിട്ട് കൊടുക്കണ്ട, പിന്നെ 3 മാസം കൂടി ഇട്ട് കൊടുത്താൽ മതി, വെള്ളം ദിവസം ഒഴിച്ച് കൊടുക്കണ്ട. ഞാൻ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. അതങ്ങനെ ചീഞ്ഞു പോയി. അത് എവിടെ ക്ലാസ്സിന് പോയെടുക്കുന്ന 2 തൈ കിട്ടിയതാണ്. ഒരു വെള്ളം എന്ന് പറഞ്ഞാൽ കൊടന്ന് വെച്ചത്. നോക്കുമ്പോൾ നല്ല പിങ്ക് കളറായിരുന്നു. നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ല. ഇവിടെ ഞാൻ ആദ്യമായിട്ട് കഴിച്ചത് ഇവിടെ ഉണ്ടാകുമ്പോൾ കേട്ടോ. അപ്പോൾ നല്ല മധുരവും നല്ല ടേസ്റ്റും ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ ആദ്യമായിട്ട് ഉണ്ടായതുകൊണ്ട് അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ഒരു 100 തൈ വെച്ച് കൊടുത്ത്. അതിൽ 100 തൈ വെച്ച് കൊടുത്തതിൽ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുമുണ്ട്. ഇനിയിപ്പോൾ അടുത്ത മാസം പൂവിടാൻ തുടങ്ങും, പിന്നെ കായ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ എല്ലാം ചെയ്തു വെച്ചിട്ടോ, വളമൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങളെ സപ്പോർട്ടും വേണം കേട്ടോ. ഓക്കേ. ഇന്നിങ്ങനെ വീഡിടാൻ കാരണം എന്തറിയോ? ഈ 4 മാസം മുന്നേ ഈ തൈ നടുന്നൊരു വീടുണ്ട്. അതിൻ്റെ അടിയിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾ ചെടി നടാൻ ആരാ പഠിപ്പിച്ചു തന്നെ? ഇങ്ങനെയല്ല ചെടി നടണ്ടേ, മണ്ണ് കൂട്ടി കൊടുത്താൽ പോരെ, ഓട് വെക്കേണ്ട ആവശ്യമില്ല, തണ്ടെന്താ വണ്ണമില്ലാത്തത്, പിന്നെ ചീച്ചിൽ വരും. ഈ ചീച്ചിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ടെറസിൻ്റെ മുകളിൽ ഈ ബക്കറ്റിലും ഡ്രമ്മിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ നല്ല പോലെ ഓട്ട കൊടുക്കണം. പിന്നെ അതിൻ്റെ അടിയിൽ ഓടിൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതൊന്നും ഇട്ട് കൊടുക്കാത്തവരാണ് ചീച്ചിൽ വരുന്നത്. നിലത്ത് നട്ടാൽ ഒരിക്കലും ചീച്ചിൽ വരില്ല. പിന്നെ ഓട് വെച്ച് കൊടുക്കുന്നത് ഇവിടെ വില്ലന്മാർ കുറേ ഉണ്ട്. ഈ കോഴികളെ എല്ലാ ചെള്ളി വേരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരിക, മണ്ണൊക്കെ ചെള്ളി നാശാക്കുക.